മെയ് 14 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ഞാനായിരിക്കുക എന്ന തലക്കെട്ടോട് കൂടിയാണ്. ഞാനായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് വേണം. എയുടെ ഫെലോഷിപ്പിലെത്തിയ സമയത്തും ഞാൻ ആരാണെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടൊന്നുമില്ല. മദ്യാസക്തനാണ്, മദ്യം കുടിക്കാൻ പറ്റില്ല, പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. മീറ്റിങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനാവോ? ഒരിക്കലുമില്ല. പലപ്പോഴും അവിടെയും സോഷ്യൽ ഇൻസിസ്റ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ കുഴപ്പമില്ലാത്ത ഒരാളാണ്. മറ്റുള്ള ആളുകൾ ചില കൊള്ളിവാക്കുകളും മറ്റതൊക്കെ പറയുന്നുണ്ട് തോന്നുമ്പോൾ അവർക്കൊരു മറുപടിയും. എനിക്കത്ര വലിയ കുഴപ്പങ്ങൾ, ഏതാണ്ട് തെറ്റുകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കുടിക്കാത്തപ്പോഴൊക്കെ ഞാൻ നല്ല മനോഹരനാണ് എന്നൊക്കെ തന്നെയാണ് കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുടിയില്ലാതെ ആയാലൊരു മനോഹരനാവുമോ, അല്ലെങ്കിൽ ആ മനോഹാരിത അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പല മാറ്റങ്ങളും വരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനല്ല എന്ന് പ്രോഗ്രാം എന്നെ മനസ്സിലാക്കി തരാണ്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തിലെ പോരായ്മകൾ അത് അറിയാൻ സത്യസന്ധമായിട്ട് തയ്യാറാവുകയോ. രണ്ടു തരം വ്യക്തിത്വം ഉണ്ട്. പുറമേ കാണുന്ന ആളുകളുടെ മുന്നിൽ ആൽക്കഹോളിക്സ് അനോണിമസിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ ഒക്കെ കാണിക്കുന്ന ഞാനല്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരറിയുന്നില്ല, മറ്റുള്ളവരെ പറ്റിക്കുന്നു, നുണ പറയുന്ന ഒരു കള്ളം നിരവധി പേരുടെ ജീവനെടുത്ത അനുഭവങ്ങളുണ്ട്. ആ ഒരു കള്ളം പറഞ്ഞ മനുഷ്യൻ കൊലപാതകയാവുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ മറ്റുള്ള ആളുകളുടെ എത്രയോ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ കള്ളം പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റ് മീറ്റിങ്ങിൽ ഭയങ്കര സത്യസന്ധനായിട്ട് അഭിനയിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിലാണെന്ന് പറയുന്നിടത്ത് ഞാനാവോ? ആൽക്കഹോളിക്സ് അനോണിമസിൽ എളിമയെക്കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൂന്നാമത്തെ പടിയിൽ ദൈവമാണ് ഡയറക്ടർ എന്നും എൻ്റെ ജീവിതം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് മറ്റുള്ള ആളുകളുമായിട്ട് സംഘർഷത്തിലാവുന്നു. എന്നിട്ട് ഞാൻ എളിമയെക്കുറിച്ച് പറയുകയാണ്. എളിമയെക്കുറിച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്നു, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഞാനാണോ എന്ന ചോദ്യം ഒട്ടും പ്രാവർത്തികമല്ല. അത് എൻ്റെ സ്വഭാവമാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ എന്ത് മാറ്റം എനിക്കുണ്ടാവും? മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന, മറ്റുള്ള മനുഷ്യരെ പരിഗണിക്കാത്ത എൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ അത് എൻ്റേതാണ്, ഞാൻ അങ്ങനെ ആകൂ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്വഭാവമായിരുന്നോ ആൽക്കഹോളിക്സ് അനോണിമസിൽ പറഞ്ഞു ഞാൻ? തീർച്ചയായിട്ടും അതല്ല എന്നുള്ള ബോധ്യമായിരുന്നു. മാറ്റത്തിന് വിധേയമാകണം, അത് സമ്മതിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. അങ്ങനെ ഞാനായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എൻ്റെ ഉള്ളിൽ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുറവുകൾ, എൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് മാറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ് 5ാമത്തെ പടി തരുന്നത്. നമ്മുടെ കുറവുകൾ എന്തായിരുന്നു? നമുക്ക് എവിടെയാണ് നമ്മുടെ കുഴപ്പങ്ങൾ പറ്റുന്നത്? 5ാമത്തെ പടി വളരെ കൃത്യമായിട്ട് തന്നെ ഒരു റീകൺസ്ട്രക്ഷനുള്ള തുടക്കമാണ് ഇവിടെ തുടങ്ങുന്നത്. റീകൺസ്ട്രക്ഷൻ്റെ ആദ്യമായിട്ട് എന്താണ്? ഇതുവരെ കെട്ടിയിട്ടുള്ള പരിപാടികൾ തെറ്റായിരുന്നു എന്ന് 4ാമത്തെ പടിയിലെ 4ാം കോളം പറഞ്ഞു. നിനക്ക് കൃത്യമായ തെറ്റുകളുണ്ട്, അതിൻ്റെ കാരണം ഇന്നതാണ്, എൻ്റെ സ്വഭാവ വൈകൃതങ്ങളാണ് നിന്നെ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനിയൊരു അവിടെ അത് പൊളിച്ചു കളയണം. അടിത്തറ നിളക്കി മാറ്റണം. അടിത്തറയിൽ നിളക്കി മാറ്റലാണ് സത്യസന്ധത. എനിക്ക് കുഴപ്പമുണ്ട് എന്നുള്ള സമ്മതിക്കലും. ഏതാണ്ട് കുഴപ്പമില്ല, പരിപൂർണമായ തെറ്റുണ്ട്, സ്വയം സഹതാപമൊന്നും വേണ്ട, പക്ഷെ മാറ്റത്തിന് തയ്യാറായിക്കോളാൻ പറഞ്ഞു. ഇനി മാറ്റത്തിന് ഞാൻ തയ്യാറായി, അതൊരു സുപ്രഭാതത്തിൽ അങ്ങ് നടക്കുന്നു എന്നല്ല. എത്രയും വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനം എനിക്ക് ബോധ്യം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മാറുമോ? ഒരിക്കലും ഇല്ല. ഞാൻ തന്നെ ആയി മാറിയ പല സ്വഭാവ വികൃതങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ട്. കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അതിനുശേഷം അത് പൊളിച്ച് അടിത്തറ കളഞ്ഞ് അവിടെ പുതിയൊരു അടിത്തറ ഞാൻ കെട്ടിയുണ്ടാക്കണം. ആ അടിത്തറ കെട്ടിയുണ്ടാക്കുന്നതിൻ്റെ ശ്രമമാണ് 5ാമത്തെ പടിയിൽ. എൻ്റെ കുറവുകൾ മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുന്നു. എന്തിനാ പങ്കുവെക്കുന്നത്? വെറുതെ പായാരം പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ്, അല്ലയോ ഞാനങ്ങനെ പോയി, ഞാനിങ്ങനെ ചെയ്തേ, ഞാൻ മറ്റേ അതൊന്നും ആയിരുന്നില്ല 5ാം പടി. വെറുതെ ഇങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞ് സമയം കളയുന്ന. എന്താണ് എന്ന കൃത്യമായ ബോധ്യം, ഞാൻ എന്താണ്, എന്നെ എന്താ തടയുന്നത്, എന്തൊക്കെ സ്വഭാവ വികൃതങ്ങളുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങളുണ്ട്, അത് മാറ്റാനുള്ള തയ്യാറെടുപ്പുമാണല്ലോ. പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, നുണ പറയുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ ദേഷ്യം അനിയന്ത്രിതമാകുന്നു എന്ന് തുടങ്ങി നിരവധി ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ വികൃതങ്ങളാണോ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോട് തോന്നുന്ന വികാരം തുടങ്ങി എന്തൊക്കെയാണോ
എവിടെയാണോ എൻ്റെ കുഴപ്പം? ഈ കുഴപ്പങ്ങൾ മുഴുവൻ എൻ്റെ ഭാര്യയായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഭാര്യയോട് ചെയ്യേണ്ട കടമകളുണ്ട്. അത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഭാര്യയോട് ചെയ്യേണ്ടത് എന്താ? ഭക്ഷണം, വസ്ത്രം, മറ്റു കാര്യങ്ങളല്ല. അവർക്ക് വേണ്ട ഒരു പങ്കാളി എന്ന നിലയ്ക്ക് കടപ്പുറയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലും ചെയ്യാനുള്ള മടിയുള്ള ഒരാളാണ് എന്നുള്ളത് പല കോംപ്ലക്സുകളെ കൊണ്ടായിരിക്കും ഇതിരിക്കുക. ഇതടക്കം ഞാൻ തിരിച്ചറിയണം. അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേറെ പല ചിന്തകളും ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഒക്കെ എൻ്റെ കുഴപ്പങ്ങളാ. ഇതെല്ലാം എനിക്ക് കുഴപ്പമുണ്ടാക്കി. ഇതൊന്നും ആരും അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കാം. ഇതൊന്നും എന്തിനാ വേറെ ആളോട് പറഞ്ഞു? എനിക്ക് ഭാര്യയായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടായിരുന്നു ഇതൊക്കെ എന്നെ വീണ്ടും ഉണ്ടാകുന്ന കുടിയിലേക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നു തന്നെയാണ് അതും. എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അവിടെ ഒരു ഭർത്താവായിട്ട് എല്ലാ തരത്തിലുമാണ്. സാമ്പത്തികം, ഭക്ഷണവും കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം അത് കൃത്യമായി കണ്ടെത്തണം. ആ കണ്ടെത്തലും അല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് പ്രവൃത്തിയിലേക്ക് കടന്നു വരല അഞ്ചാം പടി. ആരുമായിട്ട് പറയുന്നു എന്നുള്ള നേരിട്ട് ബന്ധപ്പെടാത്ത, ബാധിക്കാത്ത ആളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ആ ചർച്ച ചെയ്യുന്നതിലൂടെ ഞാൻ എന്നോട് തന്നെ സമ്മതിക്കാനുള്ള ശ്രമഫലമാണ്. എഴുതി കളയുന്ന ആളുകൾ ഉണ്ടായിരുന്നു അഞ്ചാമത്തെ പടി. അല്ലാണ്ട് ഒരാളോട് പറഞ്ഞ്, അറിഞ്ഞ ഒരാളോട് പറഞ്ഞ അയാൾ ചൂഷണം ചെയ്യാനുള്ള ഇടയുണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ കൗൺസിലേഴ്സിനായിട്ട് സമീപിക്കാൻ പറ്റും. ദൂരദേശങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ സംശയമുള്ള ആളുകൾക്ക് ഒക്കെ പല മാർഗങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്നാലും മാറ്റം ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ ഏലാണെന്ന് പറഞ്ഞ് എൻ്റെ കടമകളിൽ നിന്ന് മാറി ചെയ്യേണ്ട അലസതയും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ ഏലാണ്, ഞാനിങ്ങനെ ന്യായം പറയും, ഞാൻ മദ്യാസക്തനാണ്, മറ്റാസക്തനാണ്, ഞാൻ ഈ ആസക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ന്യായം പറയും. എനിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് ആർക്കും എന്നെ കൊണ്ട് എനിക്കും ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാവാത്ത രീതിയിലേക്ക് മാറും. ഇവിടെ പരിപൂർണമായിട്ട് ഇത് ചാടിക്കടന്നു പോകുക, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ രഹസ്യം സൂക്ഷിച്ചാൽ അത് എന്നോട് കൂടി മണ്ണടിഞ്ഞു പോകലൊന്നും ആയിരുന്നില്ല പ്രോഗ്രാം. അങ്ങനെ രഹസ്യം സൂക്ഷിക്കാനായിട്ട് കഴിയില്ല. ഈ സൂക്ഷിച്ചു വെക്കുന്ന രഹസ്യം അല്ലെങ്കിൽ അതിലെ സ്വഭാവ വികൃതം എന്നെ നശിപ്പിക്കുന്നതാണ്. എന്നെ നശിപ്പിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും കുടിക്കാതെ കുടിയനാകും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന സ്വഭാവ ദോഷങ്ങൾ എന്നിൽ നിന്ന് പുറത്തു ചാടും. നേരത്തെ പറഞ്ഞ പോലെ ഒരു കള്ളം പറഞ്ഞാൽ കള്ളത്തെ സൂക്ഷിക്കാനായിട്ട് മറ്റാളുകൾ നശിപ്പിക്കുന്ന, കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ വരെ എന്നിൽ നിന്ന് സംഭവിക്കാം. പലതും സംഭവിക്കാം. അത്തരം കാര്യങ്ങളില്ലാതെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നുള്ള ബോധ്യം, എന്നെ ഇന്ന് ജീവിക്കുന്നതിന് തടയുന്ന കുഴപ്പങ്ങളെ കൃത്യമായിട്ടുള്ള ഏറ്റുപറച്ചിലൂടെ ഞാൻ ആദ്യം മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറാനുള്ള സന്നദ്ധതയുമാണ് അഞ്ചാം പടി തരുന്ന പ്രധാന കാര്യം. ഞാൻ എന്താണെന്നുള്ള തുറന്നു പറച്ച് മാറാനുള്ള സന്നദ്ധത, എനിക്ക് മാറാനുള്ള ആഗ്രഹം, എന്തായി തീരണമെന്ന ആഗ്രഹം, ഇത് വളരെ പ്രധാനമാണ്. ആ ആഗ്രഹത്തെ മുന്നോട്ട് വെച്ചിട്ടാണ് എനിക്ക് അവന് ബാക്കി അടിത്തറ കെട്ടി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ആ കവാടത്തിലൂടെ എനിക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ മറ്റു പടികളിലൂടെ നിരന്തരമായ ശ്രമമാണ്. അഞ്ചാമത്തെ പടിയെ പിന്നെ 6ഉം 7ഉം ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളൊക്കെ എനിക്ക് 25-26 ദിവസം ഞാൻ പറയേണ്ടി വന്നു മറ്റൊരു വ്യക്തിയുമായിട്ട്. ഇന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇന്ന് വീണ്ടും ചെയ്തു, അങ്ങനെ പറഞ്ഞു. ഒരു സ്വയം സഹതാപിലാണ്, സാരില്ല ശ്രമിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരമായി മാറ്റിയ പല കാര്യങ്ങളുണ്ട് 6ലും 7ലും എത്തുമ്പോൾ. പക്ഷെ അതിനൊക്കെ തയ്യാറായത് ഈ അഞ്ചാമത്തെ പടിയിൽ ഇതുവരെ പറയാതിരുന്ന ഈ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പ് കൊണ്ടുണ്ടായ മാറ്റമാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ തുറന്നു പറച്ചിലുകളുടെ അത്യാവശ്യം രഹസ്യം സൂക്ഷിക്കുന്നത് എന്നെ കുഴപ്പത്തിലാക്കുമെന്ന ഓർമ്മ, ഞാനായിരിക്കാനും ഇന്നത്തെ ദിവസം ജീവിക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അഞ്ചാമത്തെ പടിയെ കൃത്യമായ രീതിയിൽ, അത് എനിക്കും മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാത്ത രീതിയിൽ എങ്ങനെ ഞാൻ നിൽക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരും. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്ന മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.